UGC നെറ്റ് പേപ്പർ 1ൻ്റെ PYQ സെഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. 2026 അതായത് അവസാനം നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. മിക്സ് മെത്തേഡ് ഡിസൈനും നേച്ചറും. മിക്സ്ഡ് മെത്തേഡ് ഡിസൈൻ ഇത് രണ്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് വെറും ഒരു മാച്ച് ദ ഫോളോയിങ് അല്ല, ഇതൊരു തിയറി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തിയറി എന്താണെന്ന് നോക്കാം, എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാവില്ല, അത് ഒരു തിയറി ബേസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് തിയറി എന്താ നോക്കിയിട്ട് ഇതിൻ്റെ വിശദീകരണം പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ജോൺ ക്രൈസ്വെൽ എന്ന് പറഞ്ഞ ആളുടെ ഒരു കൺസെപ്റ്റാണ്, ഒരു തിയറിയാണ്. മിക്സഡ് റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഗവേഷണത്തിൽ മിക്സഡ് റിസർച്ച് മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഫോർ റിസർച്ച് ഡിസൈൻ എന്ന് പറയാം. നമുക്ക് നോക്കാം എന്താണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ക്രൂസ്വെൽ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ചിലപ്പോൾ വീണ്ടും ചോദിച്ചുകൂടായില്ല. ജോൺ ക്രൂസ്വെലിൻ്റെ കൺസെപ്റ്റാണ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഫോർ റിസർച്ച് ഡിസൈൻ. ഇദ്ദേഹം എന്താണ് മിക്സഡ് റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. സാധാരണഗതിയിൽ മിക്സഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്സഡ് റിസർച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും കൂടിയതാണെന്ത്, മിക്സഡ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് പ്ലസ് ക്വാണ്ടിറ്റേറ്റീവ്. രണ്ട് കൂടിയതാണെന്ന് മിക്സഡ് റിസർച്ച്. ഒരു ഗവേഷകൻ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത്, അതിന് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് മിക്സഡ് റിസർച്ചിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പാരഗ്രാഫുകളോളം എന്ത് ചെയ്യേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും, ഇത്തരം കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകളാണ് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ആരോ, പ്ലസ്, ബോക്സ്. ഇതൊക്കെ ഓരോ സിമ്പിൾസ് ആയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് നമുക്ക് ഇത് ശരിക്കും ഒരു ഷോർട്ട് ഹാൻഡ് ലാംഗ്വേജ് ആണ്. ഇദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഹാൻഡ് ലാംഗ്വേജ് ഫോർ മിക്സഡ് റിസർച്ച്. ഓക്കെ, യൂസിങ് സിമ്പിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഇവിടെ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് മിക്സഡ് റിസർച്ച് ആണെങ്കിൽ പലതരത്തിലുള്ള മിക്സഡ് റിസർച്ചുകൾ ഉണ്ടായിരിക്കും.
ക്വാണ്ടിറ്റേറ്റീവ് ഇവിടെ ക്വാൺ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആണ് കേട്ടോ. ഇത് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന വാക്ക് തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. ചില സമയത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ക്വാളിറ്റേറ്റീവ് മെത്തേഡിന് വലിയ പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യാറുണ്ട്. ചില സമയത്ത് റിസർച്ചിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡിനും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനും ഒരുപോലെ പ്രാധാന്യം നൽകാറുണ്ട്. ചില റിസർച്ചിൽ ആദ്യം ക്വാളിറ്റേറ്റീവ് മെത്തേഡും പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും, മിക്സഡ് റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനെ ഇദ്ദേഹം ഒരു സിമ്പിളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എന്താണിത് സംഭവം എന്ന്. ഇദ്ദേഹം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ക്വാൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, QUAN എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് എന്നതാണ് അർത്ഥം. ക്വാണ്ടിറ്റേറ്റീവ്. ക്വാൾ എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹം യൂസ് ചെയ്ത വാക്ക് തന്നെയാണ് ക്വാൾ. സൗണ്ട് ഒന്ന് ഓഫ് ചെയ്തോളൂ, ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഓൺ ചെയ്താൽ മതി. ക്വാൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്. ഓക്കെ, ഇത് രണ്ടും ഇതേ പദങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകിയത്. ഇദ്ദേഹം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കണ്ടീഷൻസാണ്, ഷോർട്ട് ഹാൻഡ് വർക്കുകളാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. 3 ഷോർട്ട് ഹാൻഡ് വർക്ക്സ്. അതിൽ ഒന്ന് നമുക്ക് പറയാം ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെയിറ്റേജും പ്രയോറിറ്റിയും എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് ഈ സിമ്പിൾസ് ഇദ്ദേഹം ജനറേറ്റ് ചെയ്തത്. വെയിറ്റ് ആൻഡ് പ്രയോറിറ്റി. ഇവിടെ 2 തരത്തിലാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ഒന്ന് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ QUAN അല്ലെങ്കിൽ QUAL. ഇങ്ങനെ ക്യാപിറ്റലായിട്ട് വരികയാണെങ്കിൽ ഇത് ഈ മെത്തേഡ് പ്രൈമറി മെത്തേഡായിട്ടായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈ പ്രയോറിറ്റി. അല്ലെങ്കിൽ പ്രൈമറി മെത്തേഡ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാണ്, എക്സാമ്പിൾ എഴുതാണ്, അത് നമുക്ക് ലാസ്റ്റ് പറയാം, അത് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അതിൽ ബി നോക്കാം. ബി സ്മോൾ ലെറ്റർ QUAN അല്ലെങ്കിൽ QUAL. ഇങ്ങനെ സ്മോൾ ലെറ്റർ എഴുതാണ്. സ്മോൾ ലെറ്റർ ആണ് വരുന്നത് വെച്ചാൽ സെക്കൻഡറി ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊന്ന് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നു എന്ന് എഴുതാം. QUAN
ക്വാൾ ഇങ്ങനെ തന്നു എഴുതാം. അപ്പോൾ ക്വാൺ എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരത്തിലാണല്ലോ കൊടുത്തത്. അപ്പോൾ ഇത് പ്രൈമറി മെത്തേഡായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ചെറിയ അക്ഷരം ആയതുകൊണ്ട് സെക്കൻഡറി മെത്തേഡായിട്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് പറയാം. ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ കാറ്റഗറി. രണ്ടാമതായി അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തത് പഞ്ച്വേഷനാണ്. പഞ്ച്വേഷൻ ഇവിടെ ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലസ് സൈനാണ്, പ്ലസ് സൈൻ. പ്ലസ് സൈൻ പ്ലസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നു, ഒരേപോലെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്ലസ് സൈൻ യൂസ് ചെയ്യുന്നത്. അതായത് കളക്റ്റഡ് ഡാറ്റ കളക്റ്റഡ് സൈമൾട്ടേനിയസ്ലി. അതായത് ഇപ്പോൾ ഇങ്ങനെ എഴുതണം, QUAL പ്ലസ് QUAN എന്ന് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ക്വാളിറ്റേറ്റീവ് മെത്തേഡും ഒരേ സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് സൈമൾട്ടേനിയസ്ലി ഡാറ്റ കളക്ട് ചെയ്യുന്നു എന്നാണ് ഈ ഷോർട്ട് വേർഡിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കാം, ഇത് കണ്ടോ, QUAN പ്ലസ് QUAL. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഒരേ സമയത്ത് കളക്ട് ചെയ്യുന്നു എന്നതാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയാണ്ട്, ബാക്കി നമുക്ക് പോകാം. ഇനി ബി പറയുന്നത് ആരോ സൈനാണ്. ആരോ സൈൻ കണ്ടല്ലോ, ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം. ഇവിടെ കണ്ടോ, ആരോ സൈൻ. ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ആരോ സൈൻ വരിക. ആരോ എന്ന് കഴിഞ്ഞാൽ സീക്വൻഷ്യലാണ്. സീക്വൻഷ്യലാണ് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്. സീക്വൻഷ്യൽ അതായത് ഇങ്ങനെ എഴുതാണ്, QUAL ആരോ QUAN എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡും അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡും യൂസ് ചെയ്യുന്നതാണ് ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീക്വൻഷ്യലാണ്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നാണ്. ഇവിടെ സൈമൾട്ടേനിയസ്ലി ആണ്, അത് ഒരേ സമയത്താണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഇവിടെ ക്വാൾ പ്ലസ് ക്വാൺ. ആദ്യം ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്നു, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഇനി മൂന്നാമത് ബ്രാക്കറ്റ്സ്. 3 എംബഡിങ് എന്ന് പറയും. എംബഡിങ് മൈക്ക് ഒന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റ് ആൻഡ് പാരന്തസിസ് ബോക്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ ഒറ്റൊന്നാണുള്ളൂ, പാരന്തസിസ്.
ഇവിടെ രണ്ട് രീതിയിൽ വരും. ബോക്സ് ആയിട്ട് വരും, പാരഗ്രാഫായിട്ട് വരും, ഇങ്ങനെയും വരും. ഇങ്ങനെ 3 രീതിയിലാണ് വരിക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുക ഇവിടെ ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? എംബഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലും മറ്റൊന്ന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ബോക്സ് മെയിൻ ഭാഗം പ്രൊവൈഡ് ചെയ്യുകയും അതിൻ്റെ താഴെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ടീവ് ഡാറ്റയായിട്ട് മനസ്സിലാക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ വിശദീകരണം അങ്ങനെ കൊടുക്കാം. വൺ മെത്തേഡ് ഈസ് നെസ്റ്റഡ് അല്ലെങ്കിൽ എംബഡഡ് ഇൻസൈഡ് എ ലാർജർ ഡോമിനൻ്റ് ഡിസൈൻ to provide supportive data. അതായത് ഈ ചിത്രം കണ്ടോ, ഇതിൽ ഈ ക്വാളിറ്റേറ്റീവ് മെയിനും ക്വാണ്ടിറ്റേറ്റീവ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റയുമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ 4 ഡിസൈനുകൾ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആയിരിക്കും. സ്മോൾ ലെറ്റർ ആണെങ്കിൽ എന്താണ്? സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആയിരിക്കും. പ്ലസ് എന്ന എംബ്ലം കാണുകയാണെങ്കിൽ ഒന്നും സൈമൾട്ടേനിയസ്ലി ആയിരിക്കും. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഒരേ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ പ്ലസ് യൂസ് ചെയ്യും. അടുത്തത് ആരോ ആണ്. ആരോ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആയിരിക്കും, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതായിരിക്കും യൂസ് ചെയ്യുക. അതിനാണ് സീക്വൻഷ്യൽ പറയുന്നത്. പിന്നെ നമ്മൾ എംബഡഡ് പറഞ്ഞു. ഒരു ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളത് ഡോമിനൻ്റ് ആയിട്ടുള്ളതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഡാറ്റ കളക്ഷൻ മെത്തേഡായിരിക്കും. അതായത് ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നു എന്നാണ് ഈ മീനിങ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ചേഴ്സിന് ഈ ലാംഗ്വേജ് മനസ്സിലാവും. ഇങ്ങനെ എഴുതിയാൽ തന്നെ ഈ റിസർച്ചിൽ ഏത് മിക്സഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിത് ബാക്കിയുള്ള കാര്യം കൂടെ നോക്കാം. അതിൻ്റെ നേച്ചർ കൂടി നോക്കിയാൽ അത് ക്ലിയർ ആവുള്ളൂ, ഇതിൻ്റെ ആൻസർ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം 4 തരത്തിലുള്ള എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് മിക്സഡ് മെത്തേഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇദ്ദേഹം 4 തരത്തിലുള്ള മെത്തേഡുകൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, 4 തരത്തിലുള്ള സ്റ്റാൻഡേർഡ് മിക്സ്ഡ് മെത്തേഡ്സ് ഫോർ ഡിസൈൻസ്. ഇദ്ദേഹം 4 കൊണ്ട് 4 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ചോദ്യത്തിൽ പറയുന്ന 4. ഫസ്റ്റ് വരുന്നത് 1 കൺവെർജൻ്റ് പാരലൽ. കൺവെർജൻ്റ് പാരലൽ ഇത് നോക്കുക, ചോദ്യത്തിലുണ്ട് കൺവെർജൻ്റ് പാരലൽ ഡിസൈൻ. ഇതൊക്കെ കണ്ടോ,
കൺവെർജൻറ്റ് പാരലൽ ഡിസൈൻ. ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം ആദ്യം. കൺവെർജൻറ്റ് പാരലൽ ഡിസൈനോട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ QUAN പ്ലസ് QUAL. രണ്ട് ഡാറ്റ കളക്ഷൻ മെത്തേഡുകളും ഒരേ സമയത്ത് യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, കൺവെർജൻറ്റ് പാരലൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ നമ്മൾ രണ്ടും ക്യാപിറ്റലാണല്ലേ, രണ്ടും ക്യാപിറ്റൽ, അപ്പോൾ രണ്ടും പ്രൈമറിയാണ്. അതുപോലെ ഇവിടെ പ്ലസ് വന്നിട്ടുണ്ട്. പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സൈമൾട്ടേനിയസ്ലി ആണ്, രണ്ടും ഒരേ സമയത്ത് യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ ജസ്റ്റ് ഇവിടെ എഴുതാം. വി കളക്ട് both types of data. ഇത് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ, അപ്പോൾ വിശദീകരിക്കണില്ല, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി കേട്ടോ, സമയം പുറത്ത് കളയണ്ടല്ലോ. ഇവിടെ മനസ്സിലാക്കുക എന്താണ്, നമ്മൾ ബാക്കിലേക്ക് പോവാം, കണ്ടീഷൻസ് പോവാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തപ്പോൾ അതിനെന്താ അർത്ഥം, പ്രൈമറി എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇതാക്കണം ഇവിടെ എവിടെ പ്രൈമറി ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രൈമറി മെത്തേഡായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ പ്ലസ് പറഞ്ഞു. പ്ലസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈമൾട്ടേനിയസ്ലി ഡാറ്റ കളക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കൺവെർജൻറ്റ് പാരലൽ എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക, ഓപ്ഷൻ വരിക ഇതാണ് ഓപ്ഷൻ വരിക അല്ലേ, കൺവെർജൻറ്റ് പാരലൽ. ഓക്കെ, ഇതിന് ആൻസർ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തത് എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ. രണ്ട് എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ. എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, QUAN QUAL. സീക്വൻഷ്യലാണ് പറഞ്ഞത് അല്ലേ. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നാണല്ലോ അർത്ഥം വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തിൽ വരും, ഈ ആരോ വരും. ആരോ വന്നു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ, എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ. അപ്പോൾ ഓപ്ഷൻ 2 എക്സ്പ്ലനേറ്ററി സീക്വൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സിമ്പിളാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് എക്സ്പ്ലോറേറ്ററി സീക്വൻഷ്യൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. എക്സ്പ്ലോറേറ്ററി സീക്വൻഷ്യൽ. എക്സ്പ്ലോറേറ്ററി സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, നേരെ തിരിച്ചാണ് വരിക. അതായത് QUAL = QUAN. ഇവിടെ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ എന്താണ്, QUAN to QUAL ആണ്. ഇവിടെ നേരെ തിരിച്ചാണ്. QUAL ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വരും. സെക്കൻഡറി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും പ്രൈമറി ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് വരിക. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് വരും. അപ്പോൾ അതിന് ഇവിടെ ഉത്തരമുണ്ട്. ആദ്യം ക്വാളിറ്റേറ്റീവ്, ഇവിടെ നമ്മൾ ചേഞ്ച് മാറിപ്പോയല്ലേ. ആദ്യം ഇവിടെ ക്വാണ്ടിറ്റേറ്റീവും ഇവിടെ നമ്മൾ പറഞ്ഞ മാറിയിട്ടുണ്ട്. ആദ്യം എക്സ്പ്ലോറേറ്ററി സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് വരും, പിന്നെ ക്വാളിറ്റേറ്റീവ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് വരും, പിന്നെ ക്വാളിറ്റേറ്റീവ് വരും. രണ്ടാമത്തേൻ്റെ ഉത്തരം ഇതല്ല.
രണ്ടാമത്തെ ഉത്തരം ഇതാണ്. ഓക്കെ, ആദ്യം ഇത് മാറിപ്പോരുത് കേട്ടോ, ഇത് പലപ്പോഴും മാറിപ്പോറാറുണ്ട്. ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് വരും, പിന്നെ ക്വാളിറ്റേറ്റീവ് വരികയാണെങ്കിൽ എക്സ്പ്ലനേറ്ററി ആണ്. ആദ്യം ക്വാളിറ്റേറ്റീവും പിന്നെ ക്വാണ്ടിറ്റേറ്റീവും വരികയാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെ അടുത്തത് നോക്കാം. ഇതിപ്പോൾ 3ആണ്. നാലാമത്തത് എംബഡഡ് അല്ലെങ്കിൽ നെസ്റ്റിംഗ്. ഇതിൽ വരുന്നത് പല രീതിയിൽ വരാറുണ്ട്. QUAN ബ്രാക്കറ്റിൽ QUAL ഇങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ QUAN ബ്രാക്കറ്റിൽ ചതുരത്തിൽ QUAL ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ എംബഡഡ് നെസ്റ്റഡ് എന്ന് പറയും. ഇതാണ് ബി ആണ് എംബഡഡ് ഡിസൈൻ അല്ലെങ്കിൽ നെസ്റ്റഡ് ഡിസൈൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എ 2 ആണ്, ബി 3 ആണ്, സി 1 ആണ്, ഡി 4 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ പഠിച്ചെടുത്താൽ ഈ തിയറി മനസ്സിലായാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് തോന്നും ഇത് മാച്ച് ദ ഫോളോയിങ് ആണല്ലോ, അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് തോന്നും. പക്ഷെ അത് തിയറി ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ തിയറി മൊത്തത്തിൽ പറഞ്ഞത്. ഇത് ക്രോസ്വെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഫോർ റിസർച്ച് ഡിസൈൻ. മിക്സഡ് റിസർച്ച് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം പാരഗ്രാഫുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഷോർട്ട് ഹാൻഡ് ലാംഗ്വേജ് ആണ് ഇത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യന് ഒരു ക്വാളിറ്റേറ്റീവ് കണ്ടൻറ് അനാലിസിസ് ഓഫ് ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ് ആൻഡ് പെർട്ടെയിൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് ഡിസൈൻ. ഇവിടെ ഡിഫറെൻറ്റ് ടൈം പീരിയഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ കളക്ഷൻ മെത്തേഡ് ഏതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണത്. ഇപ്പോൾ ഓപ്ഷൻ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഏതാണ്? ക്രോസ് സെക്ഷണൽ, ലോങ്ങിറ്റ്യൂഡിനൽ, കമ്പാരിറ്റീവ്, എക്സ്പെരിമെൻ്റൽ ഡേറ്റ കളക്ഷൻ മെത്തേഡുകൾ. ഇവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലേ? ഒന്നാമത്തത് ടൈം. നമുക്ക് ആദ്യം ഇതിന് നോക്കാം. ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിൽ നടത്തുന്ന റിസർച്ചിന് എന്ത് പറയും? അതായത് ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ലൈന് നമുക്കെടുക്കാം. 2020, 2021, 2022, 2023 4 സമയങ്ങളിൽ ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കുകയാണ്. ആദ്യം 2020 പഠിച്ചു, പിന്നെ 2021 പഠിച്ചു, 2022 പഠിച്ചു, 2023 പഠിച്ചു. ഇങ്ങനെ ഒരു ദീർഘകാലത്തേക്ക് ഒരു ടൈം ഡിസ്റ്റൻസിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു പ്രതിഭാസത്തെക്കുറിച്ചോ പഠിക്കുന്നതിന് എന്ത് പറയും? ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഇതിന് 2 സവിശേഷതകളെയാണ്. ഓക്കെ, 2 സവിശേഷതകളാണ് ഇതിനുള്ളത്. ഒന്ന് ട്രാക്കിംഗ് ടൈം. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഡാറ്റയെ സീക്വൻഷ്യലായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അതായത് ടൈമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം പഠിക്കാൻ പറ്റും. ഇപ്പോൾ 1950 മുതൽ 2000 വരെ മനോരമ
ഇതിൽ വന്ന എഡിറ്റോറിയൽസ് പരിശോധിക്കുക. അത് ലോങ്ങിറ്റ്യൂഡിനൽ സർവേ ആണ്. ഒരു വ്യക്തിയുടെ, ഒരു രോഗി സൈക്കോളജിസ്റ്റ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെന്ന് കരുതുക, അയാളെ മുമ്പിലേക്ക് ഒരു രോഗി വന്നു. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ അയാളെ ഹെൽത്ത് പഠിക്കുക. അതൊക്കെ ട്രാക്കിംഗ് ടൈമാണ്. രണ്ടാമത് ഇതിൽ വരുന്നത് അനലൈസിങ് ദ ചേഞ്ച്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ മെയിനായിട്ട് ചേഞ്ച് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ 2020 നിന്ന് 2021 മാറിയ സമയത്ത് എന്ത് വന്നു, ചേഞ്ച് വന്നു. 2021 നിന്ന് 2022 മാറിയപ്പോൾ എന്ത് ചേഞ്ച് വന്നു. 2023 മാറിയപ്പോൾ എന്ത് ചേഞ്ച് വന്നു. അങ്ങനെ മെയിനായിട്ട് ഇവിടെ അനലൈസ് ചെയ്യുന്നത് ചേഞ്ചാണ്. ഓക്കെ, ഓരോ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിലും ആളുകൾക്ക് ഉണ്ടാകുന്ന വ്യക്തികളുടെ ചേഞ്ച്, ഇതാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയിന്റുകളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ട്രാക്കിംഗ് ടൈം, ഇതിൽ ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടൻറ് അനാലിസിസ് അനലൈസ് ചെയ്യുന്നത് എന്തിലാണ്? ലോങ്ങിറ്റ്യൂഡിനൽ ചേഞ്ച് അനലൈസ് ചെയ്യുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ചിലാണ്. ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈമിൽ അനലൈസ് ചെയ്യുന്നതും ലോങ്ങിറ്റ്യൂഡിനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ ഡേറ്റ കളക്ഷൻ മെത്തേഡാണ്. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. രണ്ടാമത് ഇതിൽ പറയുന്നത് ക്രോസ് സെക്ഷണൽ ആണ്. ക്രോസ് സെക്ഷണൽ ഡിസൈൻ അല്ലെങ്കിൽ സർവേ. ക്രോസ് ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് നമുക്കിവിടെ എഴുതിയിടാം. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഷോർട്ടായിട്ട് എഴുതാം. സ്റ്റഡി ടൈം ലൈൻ ഓവർ സ്റ്റഡി ടൈം ലൈൻ പഠിച്ചാൽ മതി. സീക്വൻഷ്യലായിട്ട് ഒരു വ്യക്തിയെ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന മുമ്പ് നമ്മൾ പഠിച്ചതായതുകൊണ്ട് കൂടുതൽ സമയം എടുക്കണ്ട. രണ്ടാമത്തെ ക്രോസ് സെക്ഷണൽ ടൈം, ക്രോസ് സെക്ഷണൽ സർവേ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, വൺ സ്പെസിഫിക് പോയിന്റിൽ പഠിക്കുക. വൺ സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം, അത് ഒരു പോയിന്റിൽ തന്നെ പഠിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2022 നടന്ന ഒരു കാര്യം പഠിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം 2022 SSLC മാർക്ക് അനലൈസ് ചെയ്യാണ്. അത് അതിന് മുമ്പത്തെ കാലവും ശേഷമുള്ള കാലമൊന്നും അനലൈസ് ചെയ്യുന്നില്ല. ആ സമയത്ത് 2022 നടന്ന SSLC പരീക്ഷ, അതിൽ എത്ര കുട്ടികൾക്ക് വിജയം ഉണ്ടായി, എത്ര കുട്ടികൾക്ക് തോൽവി ഉണ്ടായി, എത്ര പേർക്ക് A+ കിട്ടി, ഫുൾ A+ കിട്ടി, എത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ പഠിക്കുന്നതിന് എന്ത് പറയും? ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയും. അടുത്താണ് കമ്പാരിറ്റീവ്. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഗ്രൂപ്പുകളെയും വ്യക്തികളെയൊക്കെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് പഠിക്കുക. 2 or more group. Compare 2 or more group. Compare 2 അതിലധികമോ ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്ത് പഠിക്കുന്നതിന് എന്ത് പറയും? കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയും. അടുത്തതാണെന്ത്? എക്സ്പെരിമെൻ്റൽ സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുക? എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഇവിടെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയാം.
അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനിയും ചോദ്യങ്ങൾ വരും. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്കത് വിശദമായിട്ട് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇഫ് വി സജസ്റ്റ് ദാറ്റ് എക്സ് കോസസ് വൈ, ക്യാൻ വി ബി ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് എക്സ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻ ഇൻ വൈ? ദിസ് ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞിട്ട് വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ് ആൻസർ വരുന്നത്. നമുക്ക് എല്ലാം നോക്കാം. ഓക്കെ, നമ്മൾ വാലിഡിറ്റി പഠിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ പറയാം. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നമുക്ക് അളന്ന് മെഷർ ചെയ്യാൻ കഴിയുന്നതിന് വാലിഡിറ്റി എന്ന് പറയും. ഉദാഹരണമായിട്ട് എൻ്റെ ഹൈറ്റ് 70, എൻ്റെ വെയ്റ്റ് 70 കിലോ ആണ്. അപ്പോൾ ഞാൻ തൂക്കുമ്പോൾ എനിക്ക് 70 തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആ മെഷർമെൻറ്റ് ടൂൾ എന്താണ്, വാലിഡ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ റിലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. റിലയബിലിറ്റി എന്ന കൺസെപ്റ്റ് ഉണ്ട്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്നാണ് അർത്ഥം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി. നമുക്ക് ആ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് പറയാം. പല പ്രാവശ്യം സെയിം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അതിന് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാനൊരു മെഷീൻ വെച്ച് തൂക്കി നോക്കി എൻ്റെ വെയിറ്റ്, അപ്പോൾ എനിക്ക് 50 കിലോ ആണ് കിട്ടുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തൂക്കി നോക്കി, അപ്പോഴും 50 കിലോ ആണ് കിട്ടുന്നത്. പിന്നെയും തൂക്കി നോക്കി, അപ്പോഴും 50 കിലോ തന്നെയാണ് വരുന്നത്. പിന്നെയും തൂക്കി നോക്കി, അപ്പോഴും 50 കിലോ ആണ് വരുന്നത്. അപ്പം സെയിം വാല്യൂ തന്നെ ഡിഫറെൻറ്റ് പ്രാവശ്യം നോക്കുമ്പോഴും കിട്ടുകയാണെങ്കിൽ അതിന് റിലയബിലിറ്റി എന്ന് പറയും. ഒരേ വാല്യൂ തന്നെ പല പ്രാവശ്യം കിട്ടിയെന്ന് കരുതിയിട്ട് എന്താവില്ല, ആൻസർ ചിലപ്പോൾ കൃത്യമായിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അത് റിലയബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഒരു മിനിറ്റ് പേജ് പോയാം. ഇപ്പോൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ എന്താണ്, എത്ര പ്രാവശ്യം ഗവേഷണം നടത്തിയാലും അതിൻ്റെ വാലിഡിറ്റി എന്തായിരിക്കും, സെയിം ഉത്തരമാണ് കിട്ടുന്നത് വെച്ചാൽ റിലയബിലിറ്റി ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ കിട്ടുകയാണെങ്കിൽ വാലിഡിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് 50 വെയിറ്റ് പല പ്രാവശ്യം കിട്ടിയാൽ അത് റിലയബിലിറ്റി ആണ്, അത് കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് പറയാം. പക്ഷെ അത് ശരിയല്ല, ഉത്തരം ശരിയല്ല. എൻ്റെ വെയിറ്റ് ശരിക്കും 70 ആണല്ലോ. അപ്പോൾ 70 തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വാലിഡ് ആണെന്ന് പറയാം. അപ്പോൾ റിസർച്ച് ടൂള് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ റിലയബിലിറ്റി വാലിഡിറ്റി മെഷർ ചെയ്യണം എന്നാണ് പറയുന്നത്. മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡുകളൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. PYQ സെഷനിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് എക്സ് കോസസ് വൈ, എക്സ് അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് കാരണമാവുന്നു. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസ് ഇങ്ങനെ മാറ്റി എഴുതാം. ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ബ്രാക്കറ്റിലെ എക്സ് കോസസ് എ ചേഞ്ച് ഇൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഇതേപോലെ എക്സ് കോസസ് വൈ. അത് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് വിശദീകരിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയാം. ഓക്കെ, മുമ്പ് നമ്മൾ പറഞ്ഞതായിരുന്നു. ഇവിടെ 2 കാര്യങ്ങൾ വിശദീകരിക്കും. ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ 2 ഘടകങ്ങളുണ്ട്.
1 എസ്റ്റാബ്ലിഷിംഗ് കോസ് ആൻഡ് എഫക്റ്റ് കോസ് ആൻഡ് എഫക്റ്റ്. കാര്യകാരണ ബന്ധം വിശദീകരിക്കുന്നു. ഒരു കാര്യം കൊണ്ട് ഓരോ പ്രവർത്തനത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും. ഒരു കോസ് ഒരു എഫക്റ്റ് ഉണ്ടാക്കി എന്നാണ് ഇത് വിശദീകരിക്കുന്നത്. രണ്ടാമത്തത് കൺഫൗണ്ടിങ് വേരിയബിളിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. റൂളിംഗ് ഔട്ട് ഓഫ് കൺഫൗണ്ടിങ് വേരിയബിൾ. ഇവിടെ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണല്ലോ ഗവേഷകൻ ഇവിടെ പഠിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാത്ത വേറെ ഏതെങ്കിലും വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, അതിന് വിശദീകരണം വലുതാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാത്ത മറ്റ് വേരിയബിൾസിനെ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയും. രണ്ട് തരത്തിലുള്ള വേരിയബിൾ ഉണ്ട്, കൺഫൗണ്ടിങ് വേരിയബിളും എക്സ്ട്രാനസ് വേരിയബിളും ഉണ്ട്. അതിലൊന്നാണ് കൺഫൗണ്ടിങ് വേരിയബിൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ എന്താ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോസസ് എ ചേഞ്ചസ് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇത് ക്ലിയർ ചെയ്യുന്ന വാലിഡിറ്റി ആണെന്ത്, ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. എനിക്ക് തോന്നുന്നത് ഒരു 90% ഈ ഇൻറ്റേർണൽ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2 അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ റിസർച്ചിൻ്റെ ചോദ്യങ്ങൾ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മളെ സിലബസിൽ കൊടുത്തിട്ടുള്ള ജനറൽ റിസർച്ച് ടോപ്പിക്കുകളല്ലാതെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ റിസർച്ചിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ റിസർച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ അതിൽ വരുന്നത് തന്നെയാണ്, വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷനാണിത്, എക്സ്റ്റേണൽ വാലിഡിറ്റി. എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനറലൈസബിലിറ്റി ആണ്. ജനറലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു വിവരം ശേഖരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ തലയിലേക്കൊരു ആപ്പിൾ വീണു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ ഗുരുത്വാകർഷണ ബലമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേ സാധനം ലോകത്തിൻ്റെ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ജനറലൈസബിലിറ്റിയാണ്, അത് എക്സ്റ്റേണൽ വാലിഡിറ്റിയാണ്. എക്സ്റ്റേണൽ വാലിഡിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തിയ ഡേറ്റ ഉണ്ടല്ലോ, ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, അതെല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനെയാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇനി നമുക്ക് നോക്കാനുള്ളത് റിലയബിലിറ്റി ആണ് അല്ലേ. അടുത്ത ഓപ്ഷൻ റിലയബിലിറ്റി തന്നെ അല്ലേ? യെസ്, റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി ആണ്. കൺസിസ്റ്റൻസി ആൻഡ് റിപ്പീറ്റബിലിറ്റി.
ഒരു എന്താണ് ഒരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ കൺസിസ്റ്റൻ്റ് ആണ്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടണമെങ്കിൽ അത് റിലയബിൾ ആണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വെയിറ്റ് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ യൂസ് ചെയ്തു. ആ മെഷീൻ എത്ര പ്രാവശ്യം മെഷർ ചെയ്യുമ്പോഴും ഒരേ മെഷർമെൻറ്റ് തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ അതിനെന്ത് പറയും? റിലയബിലിറ്റി എന്ന് പറയും. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. പല ടൈപ്സ് ഓഫ് വേരിയബിലിറ്റിയും ടൈപ്സ് ഓഫ് റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സോ ഏതോ അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലോ നമ്മൾ PYQ സെഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരുപാട് അരമണിക്കൂറോളം സമയം എടുത്തിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു റിലയബിലിറ്റി. ഇനി നമുക്ക് അടുത്ത് എക്കോളജിക്കൽ വാലിഡിറ്റി ആണ്. എക്കോളജിക്കൽ വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. ഈ എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണത് എക്കോളജിക്കൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെൻറ്റ്, നമ്മൾ കണ്ടെത്തിയ വിവരം അല്ലെങ്കിൽ പഠിച്ചപ്പോൾ കിട്ടിയ വിവരം നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ, അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളത് ലാബിലാണെന്ന് കരുതാം. ലാബിൽ കണ്ടെത്തിയ വിവരം നമുക്ക് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വാക്സിൻ കണ്ടെത്തി, കോവിഡ് വാക്സിൻ കണ്ടെത്തി. അപ്പോൾ അത് ഞാൻ ലാബിലാണ് പരീക്ഷിച്ചത്, എലികളിലാണ് പരീക്ഷിച്ചത്. അത് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ആളുകളിൽ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അസുഖം മാറുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ അത് എക്കോളജിക്കൽ വാലിഡിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തിയ പഠനങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഇവിടെ നമ്മൾ അസേർഷൻ ആൻഡ് റീസൺ ആണ് പറയുന്നത്. ഇതൊരു തിയറി ബേസ്ഡ് ആണിത് ശരിക്കും. പീപ്പിൾ ഹു ആർ ഷോൺ ടെലിവിഷൻ ന്യൂസ് എഡിറ്റഡ് ടു ഡ്രോ അറ്റൻഷൻ ടു എ പർട്ടിക്കുലർ പ്രോബ്ലം assigned greater importance to that problem. People learn how much importance to attach to an issue or a topic from the emphasis of media places upon it. ഇതൊരു തിയറി ബേസ്ഡ് ആണ്. നമുക്ക് തിയറി എന്താണെന്ന് ശരിക്കും നോക്കാം. ഏജൻസി സെറ്റിംഗ് തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ്. അതിൻ്റെ ബേസിലാണ് ഈ അസേർഷനും റീസണിങ്ങും പറയുന്നത്. ഇത് മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. ഏജൻസി അല്ല, അജണ്ട സെറ്റിംഗ് തിയറി. സെറ്റിംഗ് തിയറി. ഇത് പ്രധാനമായിട്ട് രണ്ടാൾക്കാരാണ് എന്ത് ചെയ്തത്, ഇത് കൊണ്ടുവന്നത്. മാക്സ് മെക്കോംസ്, അതുപോലെ തന്നെ ഡൊണാൾഡ് ഷോ. അല്ല, SHAW ആണ്, ഷോ. ഇവർ രണ്ടുപേരും കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് ശരിക്ക് അജണ്ട സെറ്റിംഗ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ക്ലിയർ കുറവാണ്, നോക്കാം. ഇതിൽ ഒരു നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശദീകരിച്ചിട്ട് പറയാം. ഓക്കെ, ഇത് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാസ് മീഡിയക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പെസിഫിക് ഇഷ്യൂസിൽ ആളുകളുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ സാധിക്കും.
മാസ് മീഡിയ പറയുന്ന ഫോക്കസ് ചെയ്യുന്ന ഏരിയയിലായിരിക്കും ആളുകളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നതാണ് ഈ തിയറി പറയുന്നത്. ഇത് 1900 ഇവിടെ നമുക്ക് ഇവിടെ പറയാം 1968 US പ്രസിഡൻഷ്യൽ എലക്ഷൻ നടന്ന സമയത്ത് ഇവർ രണ്ടുപേരും നടത്തിയ പഠനമാണ്. ഈ പഠനത്തിൻ്റെ പേരാണത് ദ ഫേമസ് ചാപ്പൽ ഹിൽ തിയറി, ചാപ്പൽ ഹിൽ സ്റ്റഡി. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ എഴുതാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എഴുതാം. ദ തിയറി argues that the mass media has the power to focus public attention on specific issues. If a news item is covered frequently and prominently, the audience will regard the issue as more important than other. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാസ് മീഡിയക്ക് എപ്പോഴും ഉണ്ട് പബ്ലിക് അറ്റൻഷൻ കൊണ്ടുവരാൻ, ഒരു സ്പെസിഫിക് ഇഷ്യൂവിൽ പബ്ലിക് അറ്റൻഷൻ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. കുറച്ച് കാലത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ഇഷ്യൂ മാസ് മീഡിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇത് ശരിക്ക് ഒരു കൺസെപ്റ്റ്, ഒരു ഫേമസ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയ ബേണാർഡ് കൊഹൻ, അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് നിന്നാണ് ഈ വേർഡ് വന്നത്, ഈ സ്റ്റഡി വന്നത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഇവിടെ പറഞ്ഞിടാം. ചിലപ്പോൾ ഒന്നുകൂടെ ചോദിച്ചിടായില്ല ഈ ക്വസ്റ്റ്യൻ. ബേണാർഡ് കൊഹൻ, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്, സെൻറ്റൻസ് അതേപോലെ ഞാനിവിടെ എഴുതാം. ഓക്കെ, അതിൽ നിന്നാണ് ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത്, ആ സെൻറ്റൻസ് നിന്നാണ്. ദ ന്യൂസ് മീഡിയ may not be
successful much of the time telling people what to think, but it is stunningly successful in telling its readers what to think about. ഇതൊരു സെൻറ്റൻസ് ആണ്. ഇത് ഇദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് എന്നാണ് ഇത് പറയുന്നത്. ചുരുക്കം വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മീഡിയാസിന് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇതിൽ ഈ ഗ്രാഫ് വരച്ചിട്ട് ഇവർ വിശദീകരിക്കുകയാണ്. മീഡിയ ഒരു ഇഷ്യൂ എന്ത് ചെയ്യും? റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയ അജണ്ട എന്ത് ചെയ്യും? പബ്ലിക് അജണ്ടയായി മാറും. ആൾക്കാരെന്ത് ചെയ്യും? ആ ഇഷ്യൂ ഏറ്റെടുക്കും. ആളുകൾ ആ ഇഷ്യൂ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ പോളിസി അതിൻ്റെ ബേസിൽ ഡെവലപ്പ് ചെയ്ത് വരും. മീഡിയ ഫോർ എക്സാമ്പിൾ ഒരു കേസ് പറയുകയാണ്. ഇപ്പോൾ ഒരു മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് കരുതാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത്, കോഴിക്കോട് ഒരു നിശ്ചിത പ്രദേശത്ത് എന്ത് ചെയ്തു? മാലിന്യം കൂട്ടിയിടുന്നുണ്ട്, അല്ലെങ്കിൽ കോഴി വേസ്റ്റ് തള്ളുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് എന്ത് ചെയ്തു? സ്ഥിരമായിട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആളുകൾ അതിനെന്ത് ചെയ്യും? അപ്പോൾ അതൊരു മീഡിയ ഇഷ്യൂ ആയല്ലോ. ഈ ഇഷ്യൂ എന്ത് ചെയ്യും? ആളുകളെ ഏറ്റെടുക്കും. ആളുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആളുകൾ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെൻറ് ആ കേസ് ഏറ്റെടുക്കും. ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് പോളിസി, ഗവൺമെൻറ് നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും? നിർമ്മിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിൽ പരോക്ഷമായിട്ട് മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഓപ്ഷനായിട്ട് കണ്ടിട്ടുള്ളത്. ദ അസേർഷനും റീസണും. Assertion, reason. People who are shown television shows edited to draw attention to a particular problem assign greater importance to that problem. Yes, ആൾക്കാരെന്ത് ചെയ്യും? ഒരു ടെലിവിഷൻ ഷോ കണ്ടു, അത് ശ്രദ്ധിച്ചു, അതെന്ത് ചെയ്യും? ഒരു ഗ്രേറ്റർ പ്രോബ്ലം ആയിട്ട് ആൾക്കാരെന്ത് ചെയ്യും? ജനങ്ങൾ ശ്രദ്ധിക്കും. People learn how much importance to attach to that issue topic from the emphasis of mass media places upon it. അതായത് ഇതിൻ്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അസേർഷൻ്റെ വിശദീകരണം റീസണിങ് ആയിട്ട് പറയണം. ആളുകൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടിട്ട് എന്ത് ചെയ്യും? അതിന് പ്രാധാന്യം മനസ്സിലാക്കും. മാധ്യമങ്ങൾ കൃത്യമായിട്ട് അതിനെ ആ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അപ്പോൾ രണ്ടും കറക്റ്റ് തന്നെയാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ എക്സ്പ്ലനേഷനുമാണ് അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പീപ്പിൾ ഹൂ ആർ ഷോൺ ടെലിവിഷൻ ന്യൂസ് എഡിറ്റഡ് ടു ഡ്രോ അറ്റൻഷൻ ടു എ പെർട്ടിക്കുലർ പ്രോബ്ലം അസൈൻഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് പ്രോബ്ലം എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാൻ പറ്റും? ബിക്കോസ്. ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് ഇതിൻ്റെ ബാക്കി ബിക്കോസ് വരുന്നുണ്ട്. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അസേർഷൻ്റെ ബിക്കോസ് ആണെന്ത്? അതായത് അസേർഷൻ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുള്ള റീസൺ തന്നെയാണ് എന്തിൽ വരുന്നത്? റീസൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
രണ്ട് ഓപ്ഷൻ എയും ബിയും ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കറക്റ്റാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നതിൽ മാത്രമായിരുന്നു നമുക്ക് സംശയം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതിന് എന്ത് മനസ്സിലായി? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, both A and R are correct and R is the correct explanation of A. Assertion, reason is the correct explanation of assertion. ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.